അപ്പോൾ മുല്ലപ്പെരിയാർ പോലെ തന്നെ കേരളം ആശങ്കപ്പെടേണ്ട മറ്റൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. നമ്മുടെ ഇപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ബാധിക്കും, അതിനൊപ്പം തന്നെ വേമ്പനാട്ട് കായലിനെ ഉൾപ്പെടെ ബാധിക്കും. അതൊരു കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വലിയൊരു പ്രത്യാഘാതമായിട്ട് മാറും. ഇതൊരു വമ്പൻ പദ്ധതിയായിട്ടാണ് തമിഴ്നാട് വിഭാവനം ചെയ്യുന്നത്. തമിഴ്നാട് വിഭാവനം ചെയ്യുന്നതെന്ന് തന്നെ പറയണം. ഇതിനകം തന്നെ ഒരു ഡാമൊക്കെ കെട്ടി വളരെ സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ വളരെ പ്ലാൻഡ് ആണ് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ. ഇതിൽ തുരങ്കങ്ങൾ സൃഷ്ടിക്കും. ഇത് 10-17 കിലോമീറ്റർ ദൂരം ഉള്ള തുരങ്കങ്ങൾ. ഇതിലും ഭൂരിഭാഗം വരുന്നത് കേരളത്തിൻ്റെ ഈ പരിസ്ഥിതി ലോല മേഖലകളിലാണ്. ഒരു 10-40 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. കാൽനൂറ്റാണ്ടായിട്ട് ഒരു വളരെ ശക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള സമ്മർദ്ദം പക്ഷേ കേരളത്തിൻ്റെ മേലെ അത്ര എളുപ്പത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. സ്റ്റാലിൻ്റെ കാലത്തും ഇത് ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയും അത് ഏറ്റെടുത്തിരിക്കുന്നു. മുല്ലപ്പെരിയാർ വിഷയം തമിഴ്നാട്ടിലും കേരളത്തിലും ഒരുപോലെ വിവാദമായി തുടരാനുള്ള സാഹചര്യത്തിലേക്ക് എത്തിക്കുകയാണ്. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കണമെന്ന വാദവുമായി കേരളവും സമ്മതിക്കില്ല എന്നുള്ള നിലപാടുമായി തമിഴ്നാടുമാണുള്ളത്. ഈ ഒരു സാഹചര്യം തുടരുന്നതിനിടെയാണ് ഇപ്പം വെട്രി തമിഴകം വിഷൻ രേഖ തമിഴ്നാട് അവതരിപ്പിച്ചിരിക്കുന്നത്. അതിനകത്ത് പറയുന്ന ഒരു പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പമ്പ അച്ചൻകോവിൽ നദികളിലെ വരുന്ന അധിക ജലം തമിഴ്നാടിന് വേണം എന്നുള്ളൊരാവശ്യമാണ്. നദീജല സംയോജന പദ്ധതിയിലൂടെ ഈ 2 നദികളിലെ ജലം തമിഴ്നാട് അവർക്ക് കൊണ്ടുപോകാൻ രീതിയിലേക്ക് ഈ പദ്ധതി അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവർ മുന്നോട്ട് വെക്കുന്ന ആശയം. 1990കളുടെ ആദ്യം മുതൽ തന്നെ ഈ പദ്ധതിയുമായിട്ട് തമിഴ്നാട് രംഗത്തുണ്ട്. അതുമായി ബന്ധപ്പെട്ട് കേരളം അന്ന് പോലെ ഈ പദ്ധതി എതിർക്കുന്നുമുണ്ട്. പക്ഷേ ഈ സമീപ ദിവസങ്ങളിലായിട്ട് ഇപ്പം മുല്ലപ്പെരിയാർ വിഷയത്തിനൊപ്പം തന്നെ ഈ വിഷയവും, അതായത് പമ്പ അച്ചൻകോവിൽ നദികളിലെ ജലവുമായി ബന്ധപ്പെട്ട വിവാദവും തുടക്കം കുറിക്കുകയാണ്. എന്താണ് ഈ നിലവിലത്തെ സാഹചര്യം? തമിഴ്നാട്ടിൽ വിജയ് അധികാരത്തിലെത്തിയതിന് ശേഷം അപ്പോൾ വെട്രി തമിഴകം വിഷൻ രേഖ എന്ന പേരിലൊരു ഡോക്യുമെൻ്റ് പുള്ളി പുറത്തിറക്കിയിരിക്കുകയാണ് സർക്കാർ, ടി.വി.കെ സർക്കാർ. ഈ രേഖയിൽ പല കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ കേരളത്തെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നദീജല സംയോജന പദ്ധതി. ഇത് ദീർഘകാലമായിട്ട് ചർച്ചയിലുള്ള പദ്ധതിയാണ്. സ്റ്റാലിൻ്റെ കാലത്തും ഇത് ചർച്ചയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വിജയും അത് ഏറ്റെടുത്തിരിക്കുന്നു. തമിഴ്നാടിനകത്തുള്ള നദികൾ തമ്മിൽ സംയോജിപ്പിക്കുക എന്നതിനൊപ്പം തമിഴ്നാടിന് പുറത്ത് ദക്ഷിണേന്ത്യയിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള നദികൾ തമ്മിൽ സംയോജിപ്പിക്കുകയും അതിൻ്റെ ഒരു ഗുണഫലം തമിഴ്നാടിന് ലഭ്യമാക്കുകയും ചെയ്യുക എന്ന ഒരു പദ്ധതിയാണ് വിജയുടെ ടി.വി.കെ സർക്കാർ ഇപ്പോൾ മുമ്പോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ പദ്ധതി 1980കളിൽ തന്നെ ദേശീയ തലത്തിൽ ദേശീയ സർക്കാരുകൾ, കേന്ദ്ര സർക്കാരുകൾ കൊണ്ടുവന്നിട്ടുള്ളതാണ്. പിന്നീട് വാജ്പേയി സർക്കാരും നദീജല സംയോജനം ഒരു വലിയ പദ്ധതിയായിട്ട്, ഒരു സ്വപ്ന പദ്ധതിയായിട്ട് മുമ്പോട്ട് വെച്ചു. അത് വലിയ വിവാദങ്ങളൊക്കെ ആ കാലത്തുണ്ടായിരുന്നു. ഇതിൽ പിന്നീട് ഏറെക്കാലമായിട്ട് ആ വിഷയം നിശബ്ദമാണ്. ഇടയ്ക്കൊക്കെ ഉയർന്നു വരും. 2016 ഈ പ്രശ്നം ഉയർന്നു വന്നിരുന്നു. കേരള നിയമസഭയിൽ ഈ വിഷയം സംബന്ധിച്ചുള്ള ചോദ്യം ഉയരുകയും മുഖ്യമന്ത്രി പിണറായി വിജയൻ 2016 അതിൽ മറുപടി കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന പദ്ധതിയാണ്. കേരളത്തിൽ പമ്പ അച്ചൻകോവിൽ ആറുകളിൽ അധിക ജലം ഉണ്ട് എന്ന വാദം മുമ്പോട്ട് വെച്ചിട്ടാണ് തമിഴ്നാട് സർക്കാരും അതുപോലെ കേന്ദ്ര സർക്കാരും ഇതിനു വേണ്ടിയിട്ടുള്ളൊരു പുഷ് നടത്തുന്നത്. പക്ഷേ അധിക ജലം കേരളത്തിലില്ല. നിലവിലുള്ള ജലം തന്നെ അപര്യാപ്തമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. വർഷം ചെല്ലും തോറും കാലാവസ്ഥ വ്യതിയാനം അടക്കമുള്ള സാഹചര്യങ്ങളുള്ളതുകൊണ്ട് വർഷം ചെല്ലും തോറും ഈ ജലം മതിയാകാത്ത സ്ഥിതി, കേരളത്തിൻ്റെ തന്നെ തനത് പദ്ധതികൾക്ക് മതിയാകാത്ത സ്ഥിതിയുണ്ട്. കേരളത്തിൻ്റെ മറ്റ് വള്ളംകളി പോലെയുള്ള ആഘോഷങ്ങൾക്ക്, കൃഷി, അതുകൂടാതെ നദീജലത്തിലേക്ക് ഇപ്പോൾ വേമ്പനാട്ട് കായലിലെ സ്ഥിതി പറയുകയാണെങ്കിൽ അവിടെ നദീജലം ചെല്ലുന്നത് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് അങ്ങോട്ട് വേമ്പനാട്ട് കായലിലേക്ക് ഈ ശുദ്ധജലം കയറി ചെല്ലുന്നത് കുറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഒരു വെള്ളത്തിൻ്റെ കടന്നുവരവ് കൂടും. ഇത്തരത്തിലുള്ള ധാരാളം പ്രതിസന്ധികൾ കേരളത്തെ സംബന്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെയൊക്കെ ആശ്രയിച്ചിട്ടാണ് കേരളം, ഈ ജലത്തെ ആശ്രയിച്ചാണ് കേരളത്തിൻ്റെ ഒരു കാർഷിക ജീവിതവും ജനജീവിതവും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തെക്കുറിച്ച് അന്ന് പിണറായി വിജയൻ വ്യക്തമായിട്ട് നിയമസഭയിൽ പറഞ്ഞിട്ടുള്ളത് അനുവദിക്കാൻ കഴിയില്ല എന്ന് വളരെ ശക്തമായിട്ട് കേരളം സ്റ്റാൻഡ് എടുത്തിട്ടുള്ളതാണ്. ഇപ്പോൾ വീണ്ടും വിജയ് ഈ വിഷയം ഉന്നയിക്കുകയാണ്, ഈ വിഷയം മുമ്പോട്ട് കൊണ്ടുവരികയാണ്.
വിജയെ സംബന്ധിച്ച് തൂത്തുക്കുടി പോലെ വിരുദനഗർ പോലുള്ള ധാരാളം പ്രദേശങ്ങളിൽ ജനങ്ങളുടെ ഒരു വലിയ പിന്തുണ ഈ പദ്ധതി മുമ്പോട്ട് വയ്ക്കുന്നതിലൂടെ കിട്ടും എന്നൊരു സംഗതി കൂടിയുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നമ്മൾ കണ്ടതുപോലെ വിജയ് ഈ ഒരു വിഷയത്തെ ഒരല്പം കത്തിച്ച് നിർത്താൻ താല്പര്യപ്പെടുന്നുണ്ട്. മുല്ലപ്പെരിയാർ അണക്കെട്ട് വഴി നമുക്കറിയാം തമിഴ്നാടിൻ്റെ തെക്കൻ മേഖലയിൽ വലിയൊരു മധുര മുതൽ രാമനാഥപുരം വരെയുള്ള വലിയൊരു മേഖലയിൽ അദ്ദേഹത്തിന് ഒരു വലിയ ലീവറേജ് ഉണ്ടാക്കാൻ കഴിയും, സ്വാധീനം ഉണ്ടാക്കാൻ കഴിയും. അതുപോലെ തന്നെ ഈ ഒരു പദ്ധതി കൊണ്ട് മറ്റ് മേഖലകൾ കൂടി വിരുദനഗർ പോലെയുള്ള തൂത്തുക്കുടി പോലെയുള്ള മേഖലകളിലേക്ക് കൂടി ഒരു സ്വാധീന മണ്ഡലം വ്യാപിപ്പിക്കാനും അവിടുത്തെ വോട്ടുകളെ പിടിച്ചെടുക്കാനുമുള്ള ഒരു സാധ്യത കൂടിയാണ് വിജയ് കാണുന്നത്. ഇത് പക്ഷേ കേരളത്തെ സംബന്ധിച്ച് വളരെ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അതായത് പമ്പ, അച്ചൻകോവിൽ നദികളിൽ അധികമുണ്ടെന്ന് ഇവർ പറയപ്പെടുന്ന വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 634 മില്യൺ ക്യൂബിക് മീറ്റർ വെള്ളമാണ്. ഈ ജലം തമിഴ്നാട്ടിലെ വൈപ്പാറിലേക്ക് എത്തിച്ചിട്ടാണ് ഇവർ ഈ പദ്ധതി ലക്ഷ്യം വെക്കുന്നത്, തമിഴ്നാട്ടിൽ ലക്ഷ്യം വെക്കുന്നത്. ഇതിലൂടെ ഇപ്പോൾ തന്നെ സന്ദീപ് ഇപ്പം പറഞ്ഞ പോലുള്ള ഈ തമിഴ്നാട്ടിലെ തിരുനെൽവേലി, വിരുദനഗർ, തൂത്തുക്കുടി ജില്ലകളിലെ ഏകദേശം 91,400 ഹെക്ടർ കൃഷിഭൂമിക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്താൻ സാധിക്കുമെന്നാണ് തമിഴ്നാട് അവകാശപ്പെടുന്നത്. ഈ പദ്ധതി വരുമ്പോഴുണ്ടാകുന്ന നേട്ടം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വിജയുടെ രാഷ്ട്രീയത്തിനൊപ്പം തന്നെ ഇവർ ചൂണ്ടിക്കാട്ടുന്ന ഒരു പ്രശ്നമാണ് ഈ മേഖലകളിലെ കാർഷിക ആവശ്യത്തിന് ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നാണ് ഇവർ പറയുന്നത്, തമിഴ്നാട് വാദിക്കുന്നത്. കേരളം പറയുന്നു പമ്പയിലാണെങ്കിലും അച്ചൻകോവിലാണെങ്കിലും ഇത്തരം വെള്ളമില്ല, പ്രത്യേകിച്ച് ഈ 2000-ന് ശേഷമാണെങ്കിലും ഈ 2010-ന് ശേഷമൊക്കെയാണ് ഈ രണ്ട് നദികളിലും വെള്ളം കുറഞ്ഞു എന്നാണ് പറയുന്നത്. അതിനൊപ്പം തന്നെ ഈ നദീ സംയോജന പദ്ധതിയിലൂടെ പറയുമ്പോൾ അതിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്ന നദികളിലാണ് ഈ നദീ സംയോജന പദ്ധതി നടപ്പിലാക്കാൻ പറ്റുക. അല്ലാത്ത പക്ഷം അതാത് സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ സമ്മതം വേണം. പമ്പ ആയിക്കോട്ടെ അച്ചൻകോവിലായിക്കോട്ടെ, ഇത് രണ്ടും കേരളത്തിൽ ഉത്ഭവിക്കുകയും ഇവിടുന്ന് തന്നെ നമ്മുടെ കടലിലും അതുപോലെ തന്നെ ഈ വേമ്പനാട് കായൽ പോലുള്ളിടത്തൊക്കെ ചെന്ന് ചേരുകയും ചെയ്യുന്ന നദികളാണ്. അപ്പോൾ ഈ കേരളത്തിൻ്റെ നദികളാണ് ഈ രണ്ടും, കേരളത്തിൽ ഉത്ഭവിച്ച് കേരളത്തിൽ തന്നെ അവസാനിക്കുന്ന നദികളാണ്. അപ്പോൾ ഈ പദ്ധതി വന്ന് തമിഴ്നാടുമായിട്ട് അല്ലെങ്കിൽ നദീജല സംയോജന പദ്ധതിയുമായിട്ട് ബന്ധിപ്പിക്കണമെങ്കിൽ പൂർണ്ണമായും കേരളത്തിൻ്റെ സമ്മതം ഇവിടെ ആവശ്യമാണ്. പക്ഷേ കേരളത്തിൻ്റെ സമ്മതത്തിനെ പോലും വകവെക്കാതെയാണ് നിലവിൽ ഇപ്പം TVKയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയൊരു മൂവ്മെൻ്റ് ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തെ നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നത് വെച്ചാൽ കേരളത്തിനെ ആശങ്കപ്പെടുന്ന നിരവധി ഘടകങ്ങൾ ഈ വിഷയത്തിലുണ്ട്. അതുപോലെ തന്നെ തമിഴ്നാട്ടിന് അവരവരുടെ ആവശ്യങ്ങളുടെ ഡിമാൻഡ് 80കളുടെ അവസാനം 90കളുടെ ആദ്യം തുടങ്ങി വെച്ച ആ ഡിമാൻഡ് അവരിപ്പോൾ നിലവിൽ കൂടുതൽ ശക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊരു വമ്പൻ പദ്ധതിയായിട്ടാണ് തമിഴ്നാട് വിഭാവനം ചെയ്യുന്നതെന്ന് തന്നെ പറയണം. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു പദ്ധതി നദീജല സംയോജന പദ്ധതി, ദേശീയ നദീജല സംയോജന പദ്ധതിയിലേക്ക് ഇൻഡക്റ്റ് ചെയ്യാനും അതിനകത്ത് ഇതൊരു അംഗീകരിപ്പിച്ചെടുക്കാനും ദേശീയ സർക്കാരുകളെ കൊണ്ട് ഇത് അംഗീകരിപ്പിച്ചെടുക്കാനും, അതാര് വന്നാലും കോൺഗ്രസ് ആണെങ്കിലും BJP ആണെങ്കിലും ഇതൊക്കെ അംഗീകരിപ്പിച്ചെടുക്കാനും ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനും തമിഴ്നാട് കാണിക്കുന്ന ഒരു വൈദഗ്ധ്യം, അത് നമ്മൾ എന്താ പറയുക അഭിനന്ദിച്ച മതിയാവും എന്ന് പറയണം. ആ തരത്തിലുള്ള വൈദഗ്ധ്യം ലോബിയിങ് അവർ നടത്തുന്നുണ്ട്. ഇതിൽ നമ്മൾ നോക്കിയാൽ അറിയാം, ഇത് പുന്നമേട് വെച്ചിട്ട് പമ്പയാറിലെ പുന്നമേട് വെച്ച് ഒരു അണക്കെട്ട് കെട്ടുന്നു. അത് കഴിഞ്ഞിട്ട് അച്ചൻകോവിലാറിലെ പോഷകനദിയായിട്ടുള്ള കല്ലാറിലേക്ക് അവിടെ ഒരു അണക്കെട്ട്, അതിനുശേഷം ചിറ്റാർമൊഴിയിലൊരു അണക്കെട്ട്, അച്ചൻകോവിലാറിലെ തന്നെ ചിറ്റാർമൊഴിയിലൊരു അണക്കെട്ട്. ഈ 3 അണക്കെട്ടുകളിലൂടെ ഈ ജലം തുരങ്കങ്ങൾ വഴി ഈ 3 അണക്കെട്ടുകളെ ബന്ധിപ്പിച്ച് ചിറ്റാർമൊഴി വരെ എത്തിക്കുന്നു. ചിറ്റാർമൊഴിയിൽ നിന്ന് വേണം പിന്നീട് തമിഴ്നാട്ടിലേക്ക് ഉണ്ടാവും. ഇത്രയും ദൂരം എന്ന് പറഞ്ഞാൽ 8 കിലോമീറ്ററോളം ദൂരമുണ്ട് ഇതുവരെയുള്ള ഈ അണക്കെട്ട് എന്ന് പറഞ്ഞാൽ. പിന്നീട് ഇവിടെ നിന്ന് തമിഴ്നാട്ടിലേക്ക് 9 കിലോമീറ്റർ ദൂരം വീണ്ടും എന്താ പറയുക തുരങ്കം വേണം. അതായത് മൊത്തത്തിൽ ഒരു 10-17 കിലോമീറ്റർ തുരങ്കം നിർമ്മിച്ചിട്ടാണ് ഒരു വെള്ളം കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൽ ചിറ്റാർമൊഴിയിൽ നിന്ന് നേരെ വെള്ളം കൊണ്ടുപോകുന്നത് അളകാറിലേക്കാണ്. അളകാറിൽ നിന്ന് വേണം, ഇതിനകം തന്നെ അവർ ഡാമൊക്കെ കെട്ടി വളരെ സജ്ജമായിട്ടിരിക്കുന്നുണ്ട്. ഇതിലൊക്കെ വളരെ പ്ലാൻഡ് ആണ് തോന്നുന്ന തരത്തിലാണ് കാര്യങ്ങൾ. വൈപ്പാറിലേക്ക് പിന്നീട് അവിടുന്ന് വെള്ളം കൊണ്ടുപോകുന്നു. ഡാം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? അണക്കെട്ട് ഇപ്പോൾ നിർമ്മിച്ചിട്ടുള്ളത് വൈപ്പാറിൻ്റെ പോഷക നദിയായിട്ടുള്ള അളകാറിലാണ്. അപ്പോൾ ഇവിടെ നിന്ന് മറ്റിടങ്ങളിലേക്ക്, അതായത് കൃഷി സ്ഥലങ്ങളിലേക്ക് ഇത് കനാലുകൾ വഴി ധാരാളം കനാലുകളിൽ പല സ്ഥലങ്ങളിലേക്ക് പണിത്
അങ്ങോട്ട് ജലസേചനം നടത്തുക, ഇത്രയേ ഉള്ളൂ തമിഴ്നാടിൻ്റെ പദ്ധതി. അപ്പോൾ ഇത് കേരളത്തെ സംബന്ധിച്ച് ഉണ്ടാക്കുന്ന ഒരു ആഘാതം എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതികമായിട്ടുള്ള ആഘാതം എന്ന് വളരെ വലുതാണ്. കാരണം ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ തന്നെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് അടയാളപ്പെടുത്തപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ്. പിന്നെ ഇത്രയും അണക്കെട്ടുകൾ, 2-3 അണക്കെട്ടുകൾ ഇതിനിടയിൽ, ഇതിനകം തന്നെ നമ്മളുടെ ജലവൈദ്യുത പദ്ധതികൾക്കും ജലസേചന പദ്ധതികൾക്കുമായിട്ട് ധാരാളം അണക്കെട്ടുകൾ ഈ നദികളിലൊക്കെ തന്നെ ഉണ്ട്. ഇതുകൂടാതെ വീണ്ടും അണക്കെട്ടുകൾ 150 മീറ്റർ 160 മീറ്റർ ഉയരമുള്ള അണക്കെട്ടുകളാണ് ഓരോന്നും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്ര അണക്കെട്ടുകൾ നമ്മൾ നിർമ്മിക്കും. ഇതിൽ തുരങ്കങ്ങൾ സൃഷ്ടിക്കും. ഇത് 10-17 കിലോമീറ്റർ ദൂരം ഉള്ള തുരങ്കങ്ങൾ. ഇതിൽ ഭൂരിഭാഗവും വരുന്നത് കേരളത്തിൻ്റെ ഈ പരിസ്ഥിതി ലോല മേഖലകളിലാണ്. യഥാർത്ഥത്തിൽ കേരളത്തിന് വലിയൊരു അളവിൽ ഏതാണ്ട് തുളയിട്ടിട്ടാണ് ഈ ഇത് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇത്രയും വലിയൊരു പദ്ധതിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം കേരളത്തിന് മീതെ ദീർഘകാലമായിട്ട് അവർ ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് ഒരു 10-40 വർഷത്തിൻ്റെ ചരിത്രമുണ്ട്. 4 നൂറ്റാണ്ടായിട്ട് അവർ വളരെ ശക്തമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനുള്ള സമ്മർദ്ദം പക്ഷേ കേരളത്തിന് മേലെ അത്ര എളുപ്പത്തിൽ സാധിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ രാഷ്ട്രീയ ഗതിവിഗതികൾ മാറുകയും ഒക്കെ ചെയ്യുന്നൊരു ഘട്ടത്തിൽ കേരളം ആ ഒരു സമ്മർദ്ദത്തിന് വഴങ്ങേണ്ടി വരും എന്ന പ്രതീക്ഷയിലാണ് തമിഴ്നാട് ഈ നീക്കങ്ങളൊക്കെ നടത്തുന്നത്. ഈ പമ്പയിലും ആണെങ്കിലും അച്ചൻകോവിലാണെങ്കിലും ഏകദേശം ഉള്ളതെന്ന് പറയുന്നത് 3124 ദശലക്ഷം ഘനമീറ്റർ വെള്ളം ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഈ വെള്ളത്തിന്മേലാണ് ഇപ്പോൾ ഒരു തർക്കം നടക്കുന്നത്. അതായത് ഈ വൈപ്പാറിലേക്ക് ഗതി മാറ്റി വിടണമെന്ന ശുപാർശയാണുള്ളത്. അതിനൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പറഞ്ഞു, ഈ പദ്ധതി യാഥാർത്ഥ്യമായാൽ ഉണ്ടാകുന്ന ഒരു പ്രതിസന്ധികൾ, പാരിസ്ഥിതിക പ്രതിസന്ധിയുടെ കാര്യം പറഞ്ഞു. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും അധികമായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മുടെ ഇപ്പം പരിസ്ഥിതി ലോല പ്രദേശങ്ങളെ ബാധിക്കും, അതിനൊപ്പം തന്നെ വേമ്പനാട്ട് കായലിനെ ഉൾപ്പെടെ ബാധിക്കും. അതൊരു കേരളത്തെ മൊത്തത്തിൽ ബാധിക്കുന്ന വലിയൊരു പ്രത്യാഘാതമായിട്ട് മാറും. ഈ പദ്ധതിക്ക് വേണ്ടി ഏകദേശം 3 ഡാമുകൾ പണിയേണ്ടി വരുമെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്തുള്ളത് പമ്പ കല്ലാറിലും തമിഴ്നാട്ടിലെ കല്ലാറിലും അച്ചൻകോവിലാറിലായിട്ട് ഇങ്ങനെ 3 ഡാം പണിയണം. ഈ 3 ഡാം പണിയുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതം എന്ന് പറയുന്നത് ഏകദേശം 2004 ഹെക്ടർ വനഭൂമി നഷ്ടമാകും എന്നുള്ളതാണ് ഇവിടെ പറയേണ്ട ഏറ്റവും വലിയൊരു പ്രതിസന്ധിയല്ല, വലിയൊരു ആഘാതം തന്നെ, കേരളത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നം. ഡൽഹി IIT നടത്തിയ പഠനത്തിൽ നിബിഡ വനം ഉൾപ്പെടെ ഉള്ള ഭാഗങ്ങൾ നമുക്ക് നഷ്ടമാകുന്നുണ്ട്. ഈ നമ്മളീ പറയുന്ന വംശനാശ ഭീഷണി നേരിടുന്ന പക്ഷിമൃഗാദികളടക്കമുള്ള നിബിഡമായ വനമേഖലയാണ്. ഇവിടെ എല്ലാം നഷ്ടപ്പെടും എന്നുള്ളതാണ് ഈ പഠനത്തിലും പറയുന്ന കാര്യം. അതിനൊപ്പം നമ്മൾ പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ ജലനിരപ്പ് ഉയരുന്നൊരു സാധ്യതയുണ്ടാവും. അതിനൊപ്പം തന്നെ നദികളിലെ ജലനിരപ്പ് താഴുകയും ചെയ്യും. പിന്നെ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ വേമ്പനാട്ട് കായലിലെ അവസ്ഥയും വളരെ ദുർഘടമാകും. അവിടെ ഈ വേമ്പനാട്ട് കായൽ ചുരുങ്ങുമെന്ന് വരെ വാദമുണ്ട് ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ. 70% വെള്ളം പമ്പയിൽ നിന്നാണ് വരുന്നത്. അതെ. അത് വൻ ആഘാതമായിരിക്കും സ്വാഭാവികമായിട്ടും. ലോകത്തിലെ ഏറ്റവും വലിയ നീർത്തടങ്ങളിൽ ഒന്നാണ് വേമ്പനാട്ട് കായൽ. അപ്പോൾ അത് ഉണ്ടാക്കുന്ന പാരിസ്ഥിതിക ആഘാതം വളരെ വലുതായിരിക്കും. പിന്നെ ഈ പുന്നമേട് ഡാം 440 ഹെക്ടറും അച്ചൻകോവിൽ കല്ലാർ ഡാം 124 ഹെക്ടറും അച്ചൻകോവിൽ ഡാം 323 ഹെക്ടർ വനഭൂമിയും ഇല്ലാതാക്കുമെന്നാണ് പറയുന്നത്. അതിനൊപ്പം ഈ 957 ഹെക്ടറോളം മഴക്കാടുകളാണ്. ഇത്രയും വനഭൂമി നമുക്ക് നഷ്ടമാകുന്നൊരു സാധ്യതയുണ്ടാകും. അതായത് ഒരു പദ്ധതിക്ക് വേണ്ടി നഷ്ടമുണ്ടാക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വനപ്രദേശമാണ്. അതായത് നിബിഡ വനങ്ങളടക്കമുള്ള വലിയൊരു മേഖല നമുക്ക് നഷ്ടമാവും. അതിനൊപ്പം തന്നെ നമ്മളിപ്പോൾ പറയും കേരളത്തിൻ്റെ സൗന്ദര്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന വേമ്പനാട് കായലിൻ്റെ ഒരു ശോഷണത്തിനും ഈ പദ്ധതി വഴിവെക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാന ഘടകം. ഇത് പല പഠനത്തിലും കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ ദക്ഷിണേന്ത്യൻ നദികളെ സംയോജിപ്പിക്കുക, അതുവഴി തമിഴ്നാടിന് ആവശ്യമായ വെള്ളം എത്തിക്കുക, കൃഷിക്ക് ആവശ്യമായ വെള്ളം കണ്ടെത്തുക എന്നുള്ള ഒരു ആവശ്യം തമിഴ്നാട് വർഷങ്ങളായിട്ട് ഉന്നയിക്കുന്നുണ്ട്. നമ്മൾ ഡിസ്കഷൻ ആരംഭിച്ചപ്പം തൊട്ട് നമ്മൾ ആ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യം എന്താണ്, മഹാനദി, ഗോദാവരി, കൃഷ്ണ, പൊന്നാർ, പാലാർ, കാവേരി തുടങ്ങിയ ദക്ഷിണേന്ത്യൻ നദികളെ ബന്ധിപ്പിച്ചുകൊണ്ട് തമിഴ്നാട്ടിലെ കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ വെള്ളം എത്തിക്കുക എന്നാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. അതിനൊപ്പം തന്നെയാണ് ഇപ്പം പമ്പയിലെയും അച്ചൻകോവിലെയും നദികളിലെ വെള്ളത്തിന് വേണ്ടിയുള്ള ഒരു പദ്ധതിയും തമിഴ്നാട് ആസൂത്രണം ചെയ്യുകയും അതിനുവേണ്ടിയുള്ള നീക്കം നടത്തുകയും ചെയ്യുന്നത്.
ഇപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ വിജയിയുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ പദ്ധതി വീണ്ടും സജീവമായിരിക്കും. മുല്ലപ്പെരിയാറിനൊപ്പം തന്നെ ഈ പദ്ധതിയും കൂടെ കേരളത്തെ ആശങ്കപ്പെടുന്ന രീതിയിൽ ചർച്ചയായി വരികയും ചെയ്തിട്ടുള്ളത്. കേരളത്തെ സംബന്ധിച്ച് കേന്ദ്രം മുമ്പോട്ട് വയ്ക്കുന്ന ഈ നാഷണൽ പെർസ്പെക്റ്റീവ് പ്ലാനിൽ അതിൻ്റെ ഭാഗമായിട്ടാണ് നദീജല സംയോജന പദ്ധതികളൊക്കെ മുമ്പോട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മളെ സംബന്ധിച്ച് ആശങ്കപ്പെടുത്തുന്ന മറ്റൊരു പദ്ധതിയാണ് നേത്രാവതി ഹേമാവതി നദികളുടെ സംയോജനം എന്ന് പറയുന്നത്. അത് നമുക്ക് നേരിട്ടല്ല നമ്മളത് ബാധിക്കുന്നത്, കാവേരി നദിയുമായിട്ട് ഇത് കണക്റ്റഡാണ് ഹേമാവതി. അപ്പോൾ നമ്മൾക്ക് കാവേരി നദിയുമായിട്ട് കബനി അങ്ങനെ ആ ഒരു വഴിയിലുള്ള ബന്ധമുണ്ട്. സ്വാഭാവികമായിട്ട് ഈ നദീജല പ്രശ്നത്തിൽ നമ്മളും കക്ഷിയായിരിക്കും. നമ്മളിപ്പോൾ മെക്കതാട്ട് അണക്കെട്ട് പോലുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ കാവേരി പ്രശ്നത്തിലൊക്കെ നമ്മൾ കണക്റ്റഡ് ആയിരിക്കുന്നത് പോലെ തന്നെ ഈ വിഷയത്തിൽ നമ്മളുടെ ബന്ധപ്പെട്ടിരിക്കുന്ന കേരളം. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് ഈ രണ്ട് നദീ പ്രശ്നങ്ങൾ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ എന്താ പറയുക കണക്റ്റഡാണ്. അപ്പോൾ മുല്ലപ്പെരിയാർ പോലെ തന്നെ കേരളം ആശങ്കപ്പെടേണ്ട മറ്റൊരു വിഷയം നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. മുല്ലപ്പെരിയാർ നദീജല പ്രശ്നം എന്ന് പറഞ്ഞാൽ വളരെ ദീർഘകാലമായിട്ട് ചർച്ചകളും തർക്കങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിഷയമായിരുന്നു. ഇപ്പോൾ പുതിയൊരു വിഷയം മുമ്പോട്ട് വരികയാണ്. ഈ വിഷയത്തെ വിജയ് എങ്ങനെയാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത് എന്നത് നമ്മൾ കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം അദ്ദേഹം അധികാരത്തിലേറിയിട്ടേ ഉള്ളൂ. എന്തായാലും ഇത്തരം വിഷയങ്ങളൊക്കെ അദ്ദേഹത്തിന് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടി വരും എന്നാണ് ഇപ്പോൾ കിട്ടുന്ന സൂചന. കാരണം അല്ല, ഞാൻ ഇതിനൊരു കാര്യം പറഞ്ഞോട്ടെ. അതായത് ഈ രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് റോഷി അഗസ്റ്റിൻ ജലവിഭവ മന്ത്രിയായ സമയത്ത് ഈ പദ്ധതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി നടപ്പാക്കാൻ സമ്മതിക്കില്ല, അല്ലെങ്കിൽ അതുമായിട്ട് എതിർക്കുമെന്നൊരു നിലപാട് സ്വീകരിച്ചിട്ടുമുണ്ട്. അത് നമ്മൾ കാണാതെ പോകരുത്. അതെ അതെ, തീർച്ചയായും. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ വിജയ് കടുത്ത നിലപാടെടുക്കാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ സർക്കാർ ഒരു ന്യൂനപക്ഷ സർക്കാരിനെ റൺ ചെയ്യുന്ന ഒരാൾ സ്വാഭാവികമായിട്ട് ചില കാര്യങ്ങൾ അഗ്രസീവായിട്ടുള്ള നിലപാടുകളെടുത്ത് അദ്ദേഹം ഗ്രൗണ്ട് ഉറപ്പിക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ട് സ്റ്റാലിനിൽ നിന്ന് വ്യത്യസ്തമായി ഡിപ്ലോമസിയിൽ നിന്നൊക്കെ മാറി അല്പം അഗ്രസീവായിട്ടുള്ള നിലപാടെടുത്താൽ അത്ഭുതപ്പെടേണ്ടതില്ല. അത് പ്രതീക്ഷിച്ച് വേണം കേരളം മുന്നോട്ട് നീങ്ങാൻ.